അഖിൽ മാരാർ ഇന്നലെ സായിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവനും എടുത്ത് സായി ഉടുത്തോണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സായി കൃഷ്ണ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 6 പോയി. നമ്മളെല്ലാരും വിചാരിച്ചു സീക്രട്ട് ഏജന്റ് ആയിട്ട് അവിടെ തകർത്ത് വാരും എന്ന് വിചാരിച്ച ആൾക്കാരാണ്. സത്യം, ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. ആ കാരണത്തിരുന്ന് പറയുന്ന പറച്ചിലും കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ ഞാനും വിചാരിച്ചായിരുന്നു അകത്ത് പോയി പുള്ളി പൊളിച്ചടുക്കുമെന്ന്. പക്ഷെ അകത്ത് പോയപ്പോഴത്തേക്ക് പുള്ളി നേരെ മറുകട്ടം ചാടി സായി കൃഷ്ണയായി. സീക്രട്ട് ഏജന്റ് അല്ല, ഞാൻ സായി കൃഷ്ണയാന്ന് പറഞ്ഞിട്ട് ബുക്കെല്ലാം വാങ്ങി. എന്നിട്ട് തിരിച്ച് ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ ഒരു സ്വസ്ഥതയുണ്ടോ? ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ പോയിട്ട് ഓരോ കമന്റുകളാണ് ഓരോരുത്തർ. അതില് കഴിഞ്ഞ ദിവസം സായി കൃഷ്ണ പറഞ്ഞായിരുന്നു ആരോ പെയ്ഡ് പൈസ കൊടുത്തിട്ട് കമന്റ് ഇടിയിക്കുവാണെന്ന്. ഇത്രയും ഗതികേട് പിടിച്ചവരാരാണെന്ന് എനിക്കറിയത്തില്ലേ സായി കൃഷ്ണയെ തകർക്കാൻ വേണ്ടി കാശ് കൊടുത്തിട്ട് കമന്റ് ഇടിയിക്കുന്നത്. ഞാൻ അതിനകത്ത് മിക്ക കമന്റുകളും ഞാൻ വായിക്കാറുണ്ട്. ആ വായിച്ചതിലൊക്കെ ഒരു 70% ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെ വന്നിരുന്ന കമന്റുകളാണ്. പിന്നെ 40% തലയും പാലും ഒന്നും ഇല്ലാത്ത കുറെ പേരുണ്ട് ഈ സമയത്ത് കയറി അകത്ത് ഗോളടിക്കാമല്ലോ, ആ സമയത്ത് ഗോളടിക്കുന്നത്. നമ്മളെല്ലാവരും കരുതിയതുപോലെ അല്ല അതിനകത്ത് സീക്രട്ട് ഏജന്റ് കളിച്ചിരുന്നത്. സീക്രട്ട് ഏജന്റ് അകത്ത് പോയിട്ട് ഞാൻ പറയാലോ, എനിക്ക് സീക്രട്ട് ഏജന്റ് ഗെയിം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സീക്രട്ട് ഏജന്റ് മാത്രമേ പറയുന്നുള്ളൂ സീക്രട്ട് ഏജന്റിന്റെ ഗെയിം ഇഷ്ടമായിരുന്നു എന്നുള്ളത്. സീക്രട്ട് ഏജന്റിന്റെ വൈഫ് തന്നെ അതിനകത്തിരുന്ന് സീക്രട്ട് ഏജന്റിന്റെ ഗെയിമിനെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഇതേ ചാനലിൽ, സീക്രട്ട് ഏജന്റ് ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ പല പ്രാവശ്യം സായി കൃഷ്ണയെ വിമർശിച്ചിട്ടുണ്ട് അവിടെ കളിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സായി കൃഷ്ണ മാത്രമാണ് വെളിയിൽ വന്നിട്ടും പറയുന്നത് എന്റെ ഗെയിമിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങൾ സംതൃപ്തരായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവർ സംതൃപ്തരല്ല. ബാക്കിയുള്ളവർ 95% പ്രേക്ഷകരും സംതൃപ്തരല്ല. എന്തുകൊണ്ടാണ്? അത് ആദ്യം ചിന്തിക്കുക. അത് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു കൂട്ടും. അതിലുള്ള ട്രോളുകൾ അതുപോലെ വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും. ബിഗ് ബോസ് സീസൺ 5 വിന്നർ അഖിൽ മാരാർ കുറച്ച് കാര്യങ്ങൾ സീക്രട്ട് ഏജന്റിനെ കുറിച്ചും ബിഗ് ബോസിനെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. അതിനുമുമ്പ് ഞാൻ അഖിൽ മാരാറെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാം. എനിക്ക് അഖിൽ മാരാർ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. വേറൊന്നും കൊണ്ടല്ല, അഖിൽ മാരാർ സംസാരിക്കുമ്പോൾ അഖിൽ മാരാർ പോയിന്റ് വെച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതുപോലെ അഖിൽ മാരാരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, കുറിക്ക് കൊള്ളുന്ന പോലെ കൃത്യമായിട്ട് മറുപടി അപ്പോൾ തന്നെ വരും. ഭയങ്കര വാക്ചാതുര്യമാണ് പുള്ളിക്ക്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ സംസാരമൊക്കെ കേൾക്കാൻ. പലർക്കും മറുപടി പറയുന്നത് തന്നെ തമാശ രൂപേണയും മറുപടി പറയും. അതുപോലെ തന്നെ പറയേണ്ടത് കൃത്യമായി കൊള്ളുന്ന രീതിയിൽ തന്നെ പറയും. അതുപോലെയാണ് ഇന്നലെ സീക്രട്ട് ഏജന്റ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ഈ ലോകത്തിന് കഥയറിയാതെ മറ്റേതിൻ്റെ ഗതി അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ദിവസം തൊട്ട് ലോകത്ത് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അകത്തുള്ള ആൾക്കാരെ അറിയിച്ച് അങ്ങനെ ഇതൊരു സീരിയലായിരുന്നു. ഇത്തവണത്തെ ബിഗ് ബോസിനെ നമ്മളൊരു ബിഗ് ബോസ് ഒന്നും പറയാൻ പറ്റത്തില്ല. കറക്റ്റ് ആണ് അഖിൽ മാരാർ പറഞ്ഞതിൽ 100% ശരിയാണ്. ഈ ബിഗ് ബോസിന്റെ ടൈറ്റിൽ സോങ് എന്ന് തന്നെ പറയുന്നത് ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ എന്നാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ സീസൺ 6 തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അതറിയാലോ, നമുക്ക് ഏത് രീതിയിലാണ് അറിഞ്ഞതെന്നുള്ളതും എല്ലാം നമുക്കറിയാം. സീസൺ 6 മത്സരിച്ച കണ്ടസ്റ്റൻസിൽ ഒരു 80% പേരും വെളിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു തന്നെ കളിച്ചത്. എന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോരോ ഹിന്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കൺസെഷൻ റൂമിനകത്ത് പോയി കിടപ്പായിരുന്നു ഓരോരുത്തർ. കിടപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെളിയിൽ പോകണം, ഇപ്പൊ ചാടി പോകും എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്ക് അവരെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ വിളിച്ച് കൺസെഷൻ റൂമിൽ ഇരുത്തുന്നു. അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നു, അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഇതൊക്കെയായിരുന്നു ഈ വട്ടത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പോലെ ഒരു സീരിയൽ തന്നെയായിരുന്നു. കാണുന്ന പ്രേക്ഷകരെല്ലാം വിഡ്ഢികളായി പോയോ അല്ലെങ്കിൽ വിഡ്ഢികളാക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഭയങ്കരമായ ചർച്ചകൾക്കൊക്കെ വഴിവെച്ച ഒരു സീസൺ ആയിരുന്നു സീസൺ 6. ഇത് പുറത്തുള്ള ആൾക്കാരെ എത്ര പേരിനകത്ത് കയറി ഇങ്ങനെ ഇൻഫർമേഷൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ താൻ എത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് വിധേയമാകുന്നു എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി അവിടെ പിടിച്ചു നിന്നൊരു മത്സരാർത്ഥിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ജാസ്മിനെ കുറിച്ചാണ്. ഇത്രമാത്രം നെഗറ്റീവ് തനിക്ക് വെളിയിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അകത്ത് അതൊന്നും വകവയ്ക്കാതെ ധൈര്യത്തോടെ കൂടി കളിച്ചു ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഈ ജാസ്മിനെ. ഈ പലരും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ വെളിയിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവാണ്, അപ്പൊ അകത്ത് വരുമ്പോഴത്തേക്ക് വെളിയിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായി നെഗറ്റീവ് അടിക്കും എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെളിയിൽ തനിക്ക് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടി സ്ട്രോങ് ആയിട്ട് കളിച്ച കണ്ടസ്റ്റന്റ് അത് ജാസ്മിൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ജാസ്മിൻ അവിടെയും ചിന്തിക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. താൻ നെഗറ്റീവ് ആകുന്നത് ഇത്രമാത്രം നെഗറ്റീവ് ആകുമെന്ന് ജാസ്മിൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ജാസ്മിൻ വിചാരിച്ച നെഗറ്റീവ് സാധാ വരുന്ന ഒരു നെഗറ്റീവാണ് വന്നിരിക്കുന്നത് എന്നാ വിചാരിച്ചത്. സാധാരണ പോലെ തന്നെ അത് പോകും എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ എന്നിട്ടും ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുന്നത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ഫാദർ ആണെങ്കിലും ഫോൺ ചെയ്തപ്പം പറഞ്ഞു. അത് അതുപോലെ ഒരുപാട് കണ്ടസ്റ്റൻസ് അകത്തോട്ട് കയറിയപ്പോൾ അവരും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ആ ഒരു ലെവലിൽ നിന്ന് മാറാതെ ആ ലെവലിൽ നിന്ന് തന്നെ കളിച്ചു.
അത് സ്ട്രോങ് ഒരു പ്ലെയറിന്റെ ലക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജാസ്മിൻ കപ്പടിക്കാൻ വരെ സാധ്യതയുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഈ സ്ട്രോങ് ഉള്ള കണ്ടസ്റ്റന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ, അവിടെ വേറെ ആരെയും കൂട്ടുപിടിക്കാതെ കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കപ്പടിച്ചേനെ. ഇപ്പൊ എല്ലാവരും പറയും കൂട്ടുപിടിക്കാതിരുന്നാൽ എങ്ങനെയാണ്, അവിടെ അത്രയും ദിവസം 100 ദിവസം താമസിക്കുന്നതല്ലേ, കൂട്ടുപിടിക്കാതൊന്നും ഇരിക്കാൻ പറ്റത്തില്ലെന്നാണ് ജാസ്മിൻ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കതപ്പോ ചിരിയാ വന്നത്. കൂട്ട് വേണം, കൂട്ട് വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഗെയിം കളിക്കാനാണ് പോയത് എന്നുള്ള കാര്യം മറന്നുപോയാൽ, മറന്നിട്ട് വല്ല വാഴച്ചുട്ടിലൊക്കെ പോയിരുന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പം ഈ പറഞ്ഞത് കറക്റ്റ്, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു. പക്ഷെ ജാസ്മിന്റെ കയ്യിലിരിപ്പാണ് ജാസ്മിൻ ഇങ്ങനെ ആയത്, ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് അടിക്കാൻ കാരണമായത്. അപ്പൊ ഇനി സായി കൃഷ്ണനെ കുറിച്ചാണ് ഇനി മാരാർ പറയാൻ പോകുന്നത്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ എന്നാണ് സായിയെ ആദ്യമേ വിലയിരുത്തുന്നത്. അതൊന്ന് കേൾക്കാം. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ, താളവടി, ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അത് തന്നെ സായി കൃഷ്ണ ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞതിന് ശേഷം കാണിച്ചത് വെച്ച് നോക്കിയാൽ മാരാർ പറഞ്ഞതിൽ 100% ശരിയാണ്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാള്. എന്നുവെച്ചാൽ ഈ ബിഗ് ബോസിനകത്ത് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സായി കൃഷ്ണയ്ക്ക് ഇതും നല്ല ഹൈപ്പിലൂടെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഹൈപ്പ് നിലനിർത്തിക്കൊണ്ട് വരായിരുന്നു. പക്ഷെ ബിഗ് ബോസിനകത്ത് പോയതോടെ സായിയുടെ നല്ല സമയം കഴിഞ്ഞെന്നേ ഞാൻ പറയത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, സായി എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കാറിൽ ഇരുന്നു കൊണ്ട് എല്ലാരെയും വിമർശിക്കുകയും അട്ടപ്പാടല എന്തൊക്കെയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ സായിയുടെ ആ ഒരു ക്യാരക്ടർ. ആ വണ്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് വിമർശിക്കുന്നതും, സത്യം പറഞ്ഞാൽ ഞാൻ ഈ സായിയുടെ ഇത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ അങ്ങനെയാണ് ഞാൻ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കടക്കുന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ സത്യം പറയല്ല, ബാക്കിയുള്ളവർ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് ചിരിയൊക്കെ വരാറുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ആ പഴയ ഒരു ഗൗരവമോ അല്ലെങ്കിൽ പഴയ ഒരു ഇതോ ഒന്നും കിട്ടുന്നില്ല. അത് സായിക്ക് തന്നെ മനസ്സിലാവും. സായി സംസാരിക്കുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മളെല്ലാവരും പറയും അവിടെ വന്ന നെഗറ്റീവായത് ജാസ്മിനാണെന്ന്. ഒരിക്കലുമല്ല. അവിടെ ഏറ്റവും കൂടുതൽ ആ ബിഗ് ബോസ് സീസൺ 6 നെഗറ്റീവായത് സായി കൃഷ്ണയാണ്. അത് സായിയുടെ കല്ലിരിപ്പ് കൊണ്ടാണ്. സായി അവിടെ ഗെയിം കളിക്കാനാണോ പോയത്? സായി അവിടെ ഗെയിം കളിക്കാനാണ് പോയെങ്കിൽ ഗെയിം കളിക്കണം. സായി അവിടെ പോയപ്പോൾ സായിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ആ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് ജീവിതം അങ്ങ് എൻജോയ് ചെയ്യാൻ പോയതാ. എൻജോയ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ദാണ്ട് കിടക്കുന്ന ചട്ടിയും കലവും ഠിം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോ സീസണുകളും കണ്ടിട്ട് എല്ലാ സീസണിലും വന്നിരുന്നിട്ട് ചറ പറ വർത്തമാനമായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു ഇനി ഇങ്ങനെ ചെയ്തേനെ. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നതിന് മുമ്പ് ഇട്ട വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് എന്തൊക്കെയാ പറയുന്നത്, കറക്റ്റായിട്ട് വിമർശിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ച് അകത്ത് പോയി അങ്ങ് തകർത്ത് കളയുമെന്ന്. ദാണ്ട് കിടക്കുന്നു. നമ്മൾ അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് സായി കൃഷ്ണ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇനി സായി കൃഷ്ണയായിരിക്കും, സീക്രട്ട് ഏജന്റിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഇനി കഴിയില്ല, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് തോന്നുന്നു സായി അവിടെ അകത്തിരുന്ന് വിചാരിച്ചതാണ് ഭയങ്കര മാസാണ്, ഡാസാണ്, ദീസാണെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോ സീക്രട്ട് ഏജന്റ് ആകാനും പറ്റുന്നില്ല, സായി കൃഷ്ണ ആകാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. അകത്തിരുന്നോടെ സായി പറഞ്ഞ കാര്യമാണിത്. ഞാൻ സായി കൃഷ്ണയായിരിക്കും, ഞാൻ സീക്രട്ട് ഏജന്റിലേക്ക് തിരിച്ചു പോകാൻ എനിക്കിപ്പോ ഇനി ഇഷ്ടമല്ല, ഞാൻ ഈ സായി ആയിട്ട് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പല വീഡിയോസും സായി കൃഷ്ണയുടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സായി കൃഷ്ണ ഇപ്പൊ സായി ആണോ സീക്രട്ട് ഏജന്റ് ആണോ, ഇത് അന്യനാണോ മന്യനാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. എന്ന് വെച്ചാൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കാണ് വീഡിയോസ് ഒക്കെ ഓടുന്നതും വീഡിയോസിൽ പറയുന്നതും. നമ്മൾക്ക് പഴയ ഒരു സീക്രട്ട് ഏജന്റ് വീഡിയോസും ഇപ്പോഴത്തെ സീക്രട്ട് ഏജന്റ് വീഡിയോയും കണ്ടാൽ നമുക്ക് ആ വ്യത്യാസം ഭയങ്കരമായിട്ട് മനസ്സിലാവും. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പുറത്ത് സായി കൃഷ്ണൻ ഇങ്ങനെയായിരുന്നു, കാറിനകത്ത് കയറുമ്പോൾ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അത് പലർക്കും അറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു, സായി ഇത്രേ ഉള്ളെന്നുള്ള കാര്യം. പക്ഷേ അത് കുറച്ചു പേർക്ക് അറിയത്തുള്ളായിരുന്നു, സായിയുടെ ചുറ്റുമുള്ള കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ ലോകത്തുള്ള പ്രേക്ഷകർ മൊത്തം സായി എന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിനകത്ത് പോയപ്പോഴാണ് ഈ ലോകം മൊത്തം മനസ്സിലായത് ഇത് ഇത്രേ ഉള്ളൂ. ഇത് എല്ലാരും വിചാരിച്ചു ഇത് വലിയ പുലിയാണെന്ന്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് എലിയേക്കാൾ കഷ്ടമാണെന്നുള്ള കാര്യം. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ആ ബോധം മനസ്സിലാക്കിയിട്ട്
സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. എന്താണ് അകത്ത് പോയി ഞാൻ ചെയ്തത് എന്ന് മനസ്സിലാക്കാതെയാണ് വെളിയിൽ വന്ന് വിമർശനം ഉന്നയിക്കുന്നത്. ഈ വിമർശിക്കുന്നവരെയെല്ലാം സായി കൃഷ്ണ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സായി കൃഷ്ണ അവിടെ ഭയങ്കര വലിയ ഗെയിം കളിച്ച് ക്ഷീണിച്ച് വന്നതുപോലെയാണ് സായി കൃഷ്ണയുടെ സംസാരം കേൾക്കുമ്പോൾ. സായി കൃഷ്ണയുടെ മാത്രമല്ല അവിടുന്ന് വന്ന കണ്ടസ്റ്റൻസിൽ നെഗറ്റീവ് അടിച്ച പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരകത്ത് ഭയങ്കര നല്ല ഗെയിം കളിച്ചിട്ട് വെളി വന്നപ്പം ഈ കണ്ടോണ്ടിരുന്ന പ്രേക്ഷകരാണ് എല്ലാം കുറ്റക്കാര്, ഇവർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കുമ്പോഴേ ഈ ഇന്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല, എനിക്ക് കുറച്ച് പേര് അയച്ചു തന്ന കട്ടിങ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കണ്ടിട്ടാണല്ലോ ഈ പറയുന്നത് അവർ പറയുന്നത്. എപ്പിസോഡ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാമെന്ന് ഞങ്ങൾ മണ്ടന്മാരൊന്നും അല്ല, നിങ്ങൾ എപ്പിസോഡൊക്കെ കണ്ടു കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് എപ്പിസോഡൊക്കെ ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റും. നിങ്ങൾ എന്താണ് അവിടെ കളിച്ചത്, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ചാനലിൽ വന്നിരുന്ന് പലരും പറയുന്ന കാര്യങ്ങളാണ്. എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ കുറച്ചുപേർ അയച്ചിരുന്ന ക്ലിപ്പിംഗ്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ക്ലിപ്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര പോസിറ്റീവാണ് എത്ര നെഗറ്റീവ് ആണെന്നും ആൾക്കാർ വിലയിരുത്തി വെച്ചിട്ടുണ്ട് ഓരോരുത്തരെയും. പിന്നെ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകർ ചിലരെ മനസ്സിൽ കാണുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെ ഇപ്പൊ സീക്രട്ട് ഏജന്റ് അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അങ്ങനെ കുറെ പേരെ മനസ്സിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവരെ അങ്ങോട്ട് പോയി കളിക്കുമ്പോൾ ഇതുപോലത്തെ വാഴ ഗെയിമാ കളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെയും വാഴയെന്ന് തന്നെ പറയും, പാടുവാഴയെന്ന് തന്നെ പറയും. അപ്പൊ വാഴ ഗെയിം കളിച്ചിട്ട് വെളിയിൽ വന്ന് കിടന്നിരുന്നിട്ട് ഞങ്ങൾ കളിച്ചതല്ല എന്തോ വലിയ ഗെയിമായിരുന്നു, ഇവിടെ കാശ് കൊടുത്ത് PR ഇറക്കി ഞങ്ങളെ അങ്ങ് നെഗറ്റീവ് ആക്കുമെന്ന് പറയാം. നിങ്ങൾ എന്തെങ്കിലും അവിടെ കാണിച്ചാലല്ലേ ഞാൻ കാണിച്ചെന്ന് പറയാൻ പറ്റും. അവിടെ പോയി കളിക്കാതിരുന്നിട്ട് ഞങ്ങൾ ഇന്നത് കളിച്ചു നിങ്ങൾ കളിക്കുന്നതല്ലല്ലോ വെളിയിൽ പ്രേക്ഷകർ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും അവിടെ വലിയ ഗെയിമാണ് നിങ്ങൾ കളിച്ചതെന്ന്. പക്ഷെ പ്രേക്ഷകർക്ക് അതൊരു ഗെയിം അല്ലായിരുന്നു എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നും, എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പുറത്ത് മാരാർ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മാരാറിവിടെ പറഞ്ഞിരിക്കുന്നത്. അകത്ത് പോയിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ ഒരു ഗെയിമും കളിക്കാതെ വെളിയിൽ വന്നിട്ട് ഞാൻ ആരെയാണ് ചേനയാണ് ഞാൻ കളിച്ചത് മറ്റേ ഗെയിമാണ് മറിച്ച ഗെയിമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെ വലിയ ബിൽഡപ്പ് എല്ലാം കൊടുത്ത് വലിയ ബിൽഡപ്പിലൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ബിഗ് ബോസിലേക്ക് പോകാൻ നിൽക്കരുത്. കാശ് കിട്ടും, എത്ര കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ സീക്രട്ട് ഏജന്റ്. എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജന്റ് പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ് സീക്രട്ട് ഏജന്റിനെ കൊണ്ടുപോയത്. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോഴും അവസ്ഥ കണ്ടു. അകത്ത് പോയിട്ട് ഞാൻ വലിയ ആനയാണ് ചേനയാണെന്ന് പറഞ്ഞ് അകത്ത് പോവുകയും അകത്ത് പോയിട്ട് ഒരു ഗെയിമും കളിച്ചില്ല, ഗെയിം കളിക്കാതെ വന്നു. പക്ഷെ അതിനു മുമ്പ് ഈ ബിഗ് ബോസ് സീസണുകളെല്ലാം വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരുന്ന സായിക്കും പറ്റിയത് അത് തന്നെയാണ്. വെളിയിരുന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷെ അകത്ത് പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് അംഗീകരിക്കത്തില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറയുന്ന പോലെ ഒന്നും അകത്ത് പോയിരുന്ന് കളിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിലും മോശമായിട്ടായിരിക്കും നമ്മളൊക്കെ പോയാൽ തിരിച്ചിറങ്ങി വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. വെളിയിൽ വന്ന് ഇപ്പൊ സംഭവിച്ചു. സായിയെ സംബന്ധിച്ചിടത്തോളം അകത്ത് പോയി നെഗറ്റീവായി. ആ നെഗറ്റീവ് എന്തുകൊണ്ട് വന്നു എന്ന് സായിക്കും മനസ്സിലാക്കണം. അല്ലാതെ ബിൽഡപ്പ് ഇട്ട് ഞാൻ കളിച്ചത് വലിയ കളിയായിരുന്നു, അവിടെ പോയിട്ട് കളിച്ച കാര്യം ഗെയിമിന്റെ കാര്യം നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടതാണ്. സായി കൃഷ്ണയ്ക്ക് നല്ല രീതിയിൽ അഖിൽമാരാർ കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സായി കൃഷ്ണ അവിടെ എന്തുമായിരുന്നു ആ ഗെയിം, അതിനകത്ത് ഗെയിം കളിച്ചത് എന്ത് ഗെയിമാണ് കളിച്ചതെന്നും അവിടെ എന്തുകൊണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ല എന്നും എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് വരുന്നതെന്നും കുറച്ച് വാക്കുകളിലൂടെ തന്നെ അതിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. 3-4 മിനിറ്റോളമേ സംസാരിക്കുന്നുള്ളൂ. എങ്കിലും ആ 4 മിനിറ്റിൽ കൃത്യമായ പോയിന്റുകൾ മാത്രം എടുത്തു വെച്ച് സായി കൃഷ്ണയെ നല്ല രീതിയിൽ ഉടുത്തു വെച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് എന്ന് പറയുന്ന കാലാകാലങ്ങളിലൊന്നും ചിലപ്പോൾ ഈ നെഗറ്റീവ് ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു വീഡിയോയിലൊക്കെ കൂടി ചിലപ്പോൾ അടിച്ചു കയറി സായി വരും. സായി അങ്ങനെ നമ്മളങ്ങ് തള്ളിക്കളയാറായിട്ടില്ല. എങ്കിലും ഇപ്പോൾ വരുന്ന നെഗറ്റീവ് അത് മാറാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും അഖിൽമാരാർ ഇപ്പോൾ ഒരു തീ കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഇത് എത്രമാത്രം കത്തുമെന്നറിയില്ല, കത്തുമെന്ന് നോക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.